ഹലോ, ഇന്ന് ചോറിൻ്റെ കൂടെ കഴിക്കാൻ കറിയും മീൻ വറുത്തൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ പിന്നെ സൈഡ് ഡിഷായിട്ട് എന്തെങ്കിലും ഉണ്ടാക്കിയാലോ എന്ന് വിചാരിച്ചപ്പോഴാണ് കോളിഫ്ലവർ കണ്ടത്. അന്ന് കോളിഫ്ലവർ ഫ്രൈ ആക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ അതാ കോളിഫ്ലവർ ഒന്ന് അടർത്തി വെക്കട്ടോ. പിന്നെ ഒരു പാത്രം അടുപ്പത്ത് വെച്ചിട്ട് അതിലേക്ക് വെള്ളം ഒഴിച്ച് കൊടുക്കുക. ചൂടാവുമ്പോൾ കോളിഫ്ലവർ ഇട്ട് കൊടുക്കുക. ഉപ്പും മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുത്തിട്ട് ഒന്നോ രണ്ടോ തള വരുന്നത് വെച്ചിട്ട് ഒന്ന് ഊറ്റിയെടുക്കട്ടോ. അപ്പോൾ അതിലെന്തെങ്കിലും അഴുക്കൊക്കെ ഉണ്ടെങ്കിൽ അത് പോയി കിട്ടും. പിന്നെ നമുക്ക് ഒരു പാത്രത്തിലേക്ക് അത് മാറ്റിയിട്ട് അതിലേക്ക് മുളക് പൊടി, മഞ്ഞൾപ്പൊടി, ഗരം മസാല, കുരുമുളക് പൊടി ഇട്ട് കൊടുക്കുന്നത്. 1 ടീസ്പൂൺ മുളക് പൊടിയും 1/2 ടീസ്പൂൺ വീതം ഗരം മസാല, കുരുമുളക് പൊടിയും 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുത്തത്. പിന്നെ പാകത്തിന് ഉപ്പിട്ട് കൊടുക്കുക. നല്ലോണം ഒന്ന് മിക്സ് ചെയ്യട്ടോ. അപ്പോഴാണ് ഇഞ്ചിയും വെളുത്തുള്ളിയും ചതച്ച് കണ്ടതിടാൻ മറന്നു പോയതാണ്. അതും കൂടി ഇട്ടിട്ട് നല്ലോണം ഒന്ന് മിക്സ് ചെയ്യട്ടോ. പിന്നെ നമുക്ക് കുറച്ച് സമയം മാറ്റി വെച്ചിട്ട് ഒന്ന് വറുത്തെടുക്കട്ടോ. ഒരു പാനിൽ എണ്ണ ഒഴിച്ചിട്ട് ഒന്നൊന്നുമ്പോൾ തൊടാത്ത രീതിയിൽ ഇങ്ങനെ ഇട്ട് കൊടുത്തിട്ട് വറുത്തെടുക്കട്ടോ. ഒരു ഭാഗം വെന്ത് കഴിയുമ്പോൾ ഒന്ന് തിരിച്ചിട്ട് കൊടുക്കുക. എന്നിട്ട് 2 ഭാഗം വേവുന്നത് വരെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കട്ടോ. ഇത് മസാല ആയാലും ഫ്രൈ ആയാലും ഒക്കെ നല്ല ടേസ്റ്റാണിത്. ഞാൻ ചപ്പാത്തീൻ്റെ കൂടെ ഒക്കെ അങ്ങനെ ഉണ്ടാക്കലുണ്ട് വീട്ടിൽ, എല്ലാവർക്കും ഇഷ്ടമാണ്. അപ്പം നല്ല ഒന്ന് വെന്ത് കഴിയുമ്പോൾ നമുക്കൊരു 2-3 പച്ചമുളക് കീറിയതും കുറച്ച് കറിവേപ്പിൻ്റെയും കൂടി ഇട്ട് കൊടുക്കട്ടോ. എന്നിട്ട് വെന്ത് കഴിയുമ്പോൾ മാറ്റി വെക്കുക. നല്ല ടേസ്റ്റാട്ടോ. നിങ്ങൾ വീട്ടിൽ ഉണ്ടാക്കി നോക്കണം. എന്നിട്ട് ഫീഡ്ബാക്ക് അറിയിക്കുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക. ഓക്കെ, താങ്ക് യു.